മഹായുഗത്തില് 43,20,000 വർഷമാണ് ഒരു മഹായുഗം. 43,20,000 വർഷം ഒരു മഹായുഗം. അതിൽ 4,32,000 വർഷമാണ് കലിയുഗം. 4,32,000 ഇൻറ്റു 2 അത് ദ്വാപരയുഗം. ദ്വാന്ന് വെച്ചാൽ 2. 4,32,000 ഇൻറ്റു 2 ദ്വാപരയുഗം. 4,32,000 ഇൻറ്റു 3 ത്രേതായുഗം. 3 എന്ന് വെച്ചാൽ 3. 3 എന്ന് പറഞ്ഞാല് 3 ത്രേതായുഗം. കൃതയുഗം 4,32,000 ഇൻറ്റു 4. അപ്പൊ ഇങ്ങനൊരു മഹായുഗത്തില് 43,20,000 വർഷമാണ് ഇതെല്ലാം കൂടി ചേർത്താൽ നമുക്ക് കിട്ടുന്നത്. അതിൽ എത്ര ദിവസം ഉണ്ടെന്ന് ഭൂതസംഖ്യ പ്രകാരം എഴുതിയതായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു. വ്യോമ ശൂന്യ ശര അദ്രി ഇന്ദു രന്ധ്ര അദ്രി അദ്രി ശരേന്ദവഹ എന്ന് ഞാൻ സ്പീഡിൽ 2-3 പ്രാവശ്യം പറഞ്ഞു. ആ നമ്പർ ഏതാണ്ട് എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അത് 1-2 പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായി എന്ന് തോന്നുന്നു. ഞാനിപ്പോ ഇതില് ആ നമ്പർ ഒന്ന് എഴുതാം. എഴുതിയിട്ടുണ്ട്. ഇതില് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ശരിക്ക് ഇവിടെ നോക്കുക. വ്യോമം 0, വ്യോമ ശൂന്യ ശര എന്ന് വെച്ചാൽ 5, വ്യോമ ശൂന്യ ശര അദ്രി 7, ഇന്ദു 1, വ്യോമ ശൂന്യ ശരാദ്രി ഇന്ദു രന്ധ്ര 9, അദ്രി അദ്രി 7 ശര 5 ഇന്ദവഹ 1. അപ്പൊ ശരിക്കും നോക്കുക 157. ആ നമ്പറിൽ നോക്കിയാൽ അറിയാം 157,79,17,500 ദിവസമാണ് ഒരു മഹായുഗത്തിലുള്ളത്. 157,79,17,500 ഡിവൈഡഡ് ബൈ അത്ര ദിവസമാണ് ഒരു മഹായുഗത്തിലുള്ളത്. അപ്പൊ 157,79,17,500 ഡിവൈഡഡ് ബൈ 43,20,000 മഹായുഗത്തിലെ വർഷങ്ങൾ എടുത്താല് 365 കാലം എന്ന് കിട്ടും. കൃത്യം നമ്പർ കിട്ടും. ഭാസ്കര സംഖ്യ, ഭാസ്കരാചാര്യർ ഉപയോഗിച്ചിരിക്കുന്ന സംഖ്യാസമ്പ്രദായം. അതിന് ഭൂതസംഖ്യ എന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. ചിലര് പറയാറുണ്ട്. ആ ഭാസ്കര സംഖ്യ ഭൂതസംഖ്യയെ കുറിച്ച് ആചാര്യരാണ് അതിനെ അടിമുടി വിവരിച്ച് നമുക്ക് തന്നത്. മിക്കവാറും AD 5-ാം നൂറ്റാണ്ട് മുതൽക്കാണ് ആ സംഖ്യ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഓതന്റിക് ആയിട്ട് അതിന് എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. ശരിക്കും ഭാസ്കര സംഖ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെല്ലാം 2 ഉണ്ടോ ആ പേരുകൾ 2 എന്ന സ്ഥാനത്ത് ഉപയോഗിക്കാം. വളരെ സിമ്പിൾ. കണ്ണിന് പര്യായപദങ്ങളുണ്ട്. നയനം, നേത്രം, അക്ഷി. 2 കണ്ണ് എന്നുള്ളത് കൊണ്ട് 2 എന്ന് എഴുതേണ്ട സ്ഥാനത്ത് കണ്ണ് എന്ന് ഉപയോഗിക്കുന്നു. നേത്രം എന്ന് ഉപയോഗിക്കാം, അക്ഷി എന്ന് ഉപയോഗിക്കാം, നയനം എന്ന് ഉപയോഗിക്കാം. ഒക്കെ 2. ചെവി, അതും 2 ഉള്ളത്. കർണം, ശ്രോത്രം, ഇതെല്ലാം അതും 2 എന്ന നമ്പർ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് കർണം എന്ന് ഉപയോഗിക്കാം. കർണനയനം എന്ന് പറഞ്ഞാൽ 22. കർണം എന്ന് വെച്ചാൽ 2, നയനം എന്ന് വെച്ചാൽ 2. അപ്പൊ കർണനയനം എന്ന് വെച്ചാൽ 22. അതേസമയം കരം, ഹസ്തം, കയ്യും 2 കാലും 2, പാദം. അപ്പൊ കണ്ണ്, ചെവി, കയ്യ്, കാല്, ഇതിന്റെ എല്ലാ പേരുകളും നാമങ്ങളും പര്യായ പദങ്ങളും എല്ലാം 2 എന്ന നമ്പർ എഴുതാൻ ഉപയോഗിക്കാം. 3 രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ, ബലരാമൻ, പരശുരാമൻ. അപ്പൊ രാമൻ എന്ന പദത്തിന് 3 എന്നാണ് അർത്ഥം. അഗ്നി, ആഹവനീയാഗ്നി, ഗാർഹവത്യാഗ്നി, ദക്ഷിണാഗ്നി. 3 തരത്തിലുള്ള അഗ്നിയാണ് യാഗശാലയിലുള്ളത്. അഗ്നി, അനലൻ, പാവകൻ, ഹവ്യവാഹനൻ. അങ്ങനെയുള്ള ഏത് പര്യായ പദവും അഗ്നിക്ക് ഉപയോഗിക്കുന്നത് 3 എന്ന നമ്പർ എഴുതാൻ ഉപയോഗിക്കാം. പിന്നെയുണ്ട് ഗുണം, ത്രിഗുണം. 3 ഗുണമാണ്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം. അതുകൊണ്ട് ഗുണം എന്ന് ഉപയോഗിക്കുന്ന സ്ഥലത്ത് 3. സന്ധ്യ, പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. ഇപ്പൊ സന്ധ്യ എന്നുള്ളതിന് 3 എന്നർത്ഥം. ഇപ്പൊ സന്ധ്യാനയനം എന്ന് പറഞ്ഞാൽ സന്ധ്യാനയനം. സന്ധ്യ 3, നയനം 2.
ആദ്യം പറയുന്നത് 1-ാം സ്ഥാനത്തും രണ്ടാമത് പറയുന്നത് 10-ാം സ്ഥാനത്തും എഴുതണം. മൂന്നാമത് പറയുന്നത് 100-ാം സ്ഥാനത്ത്. അപ്പൊ സന്ധ്യാനയനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശരിക്കും സന്ധ്യാനയനം എന്ന് പറഞ്ഞാൽ 23 എന്ന അർത്ഥം. സന്ധ്യാനയനാഗ്നി എന്ന് പറഞ്ഞാല് സന്ധ്യ 3, നയനം 2, അഗ്നി എന്ന് പറയുന്ന 3, 323 സന്ധ്യാനയനാഗ്നി. ഇങ്ങനെ ഓരോ വാക്കുകളുണ്ടാക്കി. വേദം 4 വേദാണുള്ളത്, 4. അതേപോലെ വനം, കാനനം, ആരണ്യകം, കാട് എന്ന് പറയുന്നതെല്ലാം അതിന്റെ പര്യായ പദങ്ങളൊക്കെ 4 എന്ന നമ്പറാണ്. സമുദ്രം, ജലധി, ഭൂമിയുടെ 4 ക്വാഡ്രന്റിലുള്ള സമുദ്രങ്ങൾ എന്ന രീതിയിലാണ് സമുദ്രം എന്നുള്ളതിന് 4 എന്ന നമ്പറാണ് ഉപയോഗിക്കുന്നത്. പഞ്ചശരം 5 അമ്പ്, വില്ല് കൊലയ്ക്ക, അമ്പ് കൊലയ്ക്ക, അമ്പുകൾ 5 എണ്ണമാണ്. അതായത് പഞ്ചഭൂതം, പഞ്ചേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചപാണ്ഡവര്. അപ്പൊ പാണ്ഡവരെന്ന് വെച്ചാൽ 5ആണ്, ഇന്ദ്രിയം എന്ന് വെച്ചാൽ 5ആണ്, ഭൂതം എന്ന് പറഞ്ഞാൽ 5ആണ്, ശരം എന്ന് പറഞ്ഞാൽ 5ആണ്. അതിന്റെ പര്യായ പദങ്ങളെല്ലാം 5 എന്നുള്ള രീതിയിൽ വരുന്നു. ഷഡ് രസം, 6 രസമാണ്. ടേസ്റ്റ്, നവരസം അല്ല ഇവിടെ എടുക്കുക. ഷഡ് രസം, 6 ഋതുക്കളാണുള്ളത്. ഹേമന്തം, വസന്തം, ഗ്രീഷ്മം, ശരത്ത് തുടങ്ങിയ 6 ഋതുക്കൾ. ഇപ്പൊ ഋതുക്കൾ എന്ന് പറഞ്ഞാൽ 6, രസം എന്ന് പറഞ്ഞാൽ 6, പിന്നെ അംഗം, വേദാംഗങ്ങൾ 6 എണ്ണാണ്. അപ്പൊ അംഗം എന്ന് പറഞ്ഞാല് ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദ്രശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം, 6 വേദാംഗങ്ങൾ. അപ്പൊ 6 അംഗം. സപ്തസ്വരം, സ്വരം, സംഗീതം, ഗീതം എല്ലാം 7. സപ്ത ഋഷിമാര്, ഋഷി, സന്യാസി, മഹർഷി പദങ്ങളെല്ലാം 7 എന്നുള്ളതിന് ഉപയോഗിക്കാം. അഷ്ടദിക്ക്, ദിക്കുകൾ 8 എണ്ണാണ്. അഷ്ടവസുക്കൾ, സർപ്പം, വസു അതിന്റെ 8ആണ്. മനുഷ്യ ശരീരത്തിൽ 9 സുഷിരങ്ങൾ, ദ്വാരങ്ങളാണ് ഉള്ളത്. അപ്പോൾ സുഷിരം, ദ്വാരം, വിവരം ഒക്കെ 9 എന്നർത്ഥം. നന്ദവംശത്തിൽ 9 രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത്. തിന്മ നിറഞ്ഞവരുടെ പ്രതീകമായിരുന്നു നന്ദരാജാക്കന്മാർ. എങ്കിലും ഒരേ രീതിയിൽ തിന്മ നിറഞ്ഞവരായിരുന്നു അവരെല്ലാം. അപ്പൊ നന്ദരാജാക്കന്മാർ 9 പേരാണ്. 10 എന്നുള്ളതിന് നമ്പറില്ല. ഇപ്പൊ 2, 3, 4, 5, 6, 7, 8, 9 പറഞ്ഞു. 1 എന്നുള്ളതിന് രൂപം. രൂപം എന്ന് പറയുന്നത് ഛായ 1, ഭൂമി, പൃഥ്വി, ധര, ധരിത്രി, ക്ഷോണി, വിഷ്ണുപത്നി. ഭൂമിയും ഭൂമിയുടെ പര്യായവും 1ആണ്. ഒരു ഭൂമിയേ ഉള്ളൂ. ഒരു ചന്ദ്രൻ, ശശി, ചന്ദ്രൻ, ശീതാംബു, രാത്രിഞ്ചരൻ, ഇന്ദു. ചന്ദ്രന്റെ പര്യായങ്ങളെല്ലാം 1 എന്നുള്ളതിനെ കാണിക്കുന്നു. ഭൂമിയുടെ പര്യായങ്ങളെല്ലാം 1. രൂപം എന്ന് പറയുന്നതും 1. 1 മുതൽ 9 വരെ പഠിച്ചു. ഇനി അതിനെ കൂട്ടി എഴുതണമെങ്കിൽ എഴുതാം. ഏത് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണോ നമ്പർ ഉണ്ടാക്കുന്നത്, പര്യായ പദങ്ങളൊക്കെ ഉപയോഗിക്കാം, ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ആദ്യം പറയുന്ന വാക്ക് 1-ാം സ്ഥാനത്തും, രണ്ടാമത് പറയുന്ന വാക്ക് 10-ാം സ്ഥാനത്തും, മൂന്നാമത് പറയുന്ന വാക്ക് 100, പിന്നെ 1000, 10,000 സ്ഥാനത്ത് ഉപയോഗിക്കണം. ഇനിയിപ്പോ പൂജ്യത്തിനും പേരുണ്ട്. വ്യോമം, ശൂന്യാകാശം, ആകാശം, അമ്പരം, ഘ, ശൂന്യം എല്ലാം പൂജ്യത്തിനെ പ്രതിനിധാനം ചെയ്യും. ആകാശത്തിന്റെ പര്യായം ഗഗനം, വാനം എല്ലാം പൂജ്യത്തിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഭാസ്കര നമ്പർ സിസ്റ്റം പ്രകാരം നിങ്ങൾക്ക് എത്ര ഫോൺ നമ്പർ വേണമെങ്കിലും, നിങ്ങളുടെ കാറിന്റെ നമ്പർ വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം. 6633, 6633 ആണ് നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ എങ്കിൽ രാമ അഗ്നി ഷഡ് രസ, രാമ അഗ്നി രസ ഋതു എന്ന് പറഞ്ഞാൽ, രാമാഗ്നി രസ ഋതു എന്ന് പറഞ്ഞാല് രാമൻ 3, അഗ്നി 3, രസം എന്ന് വെച്ചാൽ 6, ഋതു എന്ന് വെച്ചാൽ 6. രാമാഗ്നി രസ ഋതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6633. രാമൻ 1-ാം സ്ഥാനത്ത് എഴുതണം. അഗ്നി രണ്ടാമത് പറഞ്ഞതുകൊണ്ട് 10-ാം സ്ഥാനത്ത്, രസം എന്ന് പറഞ്ഞ 100-ാം സ്ഥാനത്ത്, ഋതു എന്ന് പറഞ്ഞാൽ 1000-ാമത്തെ സ്ഥാനത്ത്. ഇങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ സാധിക്കും, ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കും. അതിനെയാണ് ശരിക്കും ഭാസ്കര നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിക്കണം.